യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. അമ്മാമാരോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആമാരോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. അൻപേറുന്ന കൈകളാ അത്ഭുതമായി നടത്തിയിടും. മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചൂടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി യേശുവിൻ്റെ കൂടെ മതി. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 28-ാമത്തെ വചനം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനായി. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അതിന് 9-ാം അധ്യായത്തിൽ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ പരമയാഗത്തിൻ്റെ അതുല്യതയാണ് ഇവിടെ വെളിവാക്കുന്നത്. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. എന്നിട്ട് പറയണത്, ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. എന്നിട്ട് പറയണം, മഹാപുരോഹിതൻ. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തങ്ങളോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചതുപോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. ആണ്ടുതോറും പാപത്തിന് വേണ്ടിയുള്ള യാഗമെന്ന് പഴയ നിയമകാലത്ത് നിലനിന്നിരുന്നു. ആണ്ടുതോറും പാപങ്ങളെ മറിക്കത്തക്കവണ്ണം മൃഗങ്ങളുടെയൊക്കെ രക്തവുമായി പുരോഹിതൻ ദൈവസന്നിധിയിൽ വരുന്നു. എന്നാൽ ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. പശുവിൻ്റെയോ മറ്റോ മൃഗങ്ങളുടെയോ രക്തമല്ല ചൊരിയപ്പെട്ടത്, നീതിമാനായിരുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തം, നിർമ്മലനായി തീർന്ന യേശുവിൻ്റെ രക്തം. അങ്ങനെ യേശുവിൻ്റെ രക്തം ചൊരിയപ്പെട്ടതോടുകൂടെയാണ് യാഗം. അങ്ങനെയുള്ള യാഗത്തിലാണ് ദൈവം പ്രസാദിച്ചത്. കാര്യം എന്താ? അശുദ്ധനായി തീർന്ന മനുഷ്യന് വിശുദ്ധനായ ദൈവത്തിനടുത്ത് പ്രവേശിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അശുദ്ധനായി തീർന്ന മനുഷ്യൻ്റെ യാഗങ്ങൾക്കോ നേർച്ചകൾക്കോ ദൈവസന്നിധിയിൽ വിലയില്ലാതെ വന്നു. അപ്പോൾ ദൈവം തന്നെ പ്രസാദിക്കുന്നൊരു യാഗമാണ്. അതാണ് പുത്രൻ്റെ യാഗം. പുത്രൻ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തം. അതാ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിന് 7-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ, ഇങ്ങനെയുള്ളൊരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. എങ്ങനെയുള്ള? പവിത്രനായിരിക്കണം, നിർദോഷനായിരിക്കണം, നിർമ്മലായിരിക്കണം, പാപികളോട് വേറിട്ട് നിന്നവനായിരിക്കണം, സ്വർഗത്തേക്കാൾ ഉന്നതനായിത്തീരണം. അങ്ങനെ ഒരാളെ ഉള്ളൂ. അത് പിതാവിൻ്റെ മടിയിൽ നിന്ന് ഏകജാതനായ പുത്രനാണ്. അങ്ങനെ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി വിടുതലിനായി അയക്കുകയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ 9-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതായി വലിപ്പമേറിയതും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. സ്വന്തം രക്തത്താൽ, പശുവിൻ്റെയോ ഒന്നും രക്തത്താൽ അല്ല.
അങ്ങനെ ഇവിടെ പറയാണ്, മന്ദിരത്തിൽ ആണ്ടുതോറും പ്രവേശിക്കുന്നത് പോലെ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. ഒരിക്കലായിട്ടുള്ളൊരു യാഗം, അത് ആ പാപപരിഹാര യാഗത്തിലൂടെ എന്നേക്കുമായി മാനവരാശിയുടെ പാപമോചനം ലഭ്യമാക്കി തീരുകയാണ്. അതുകൊണ്ടാണ് 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയാണ്, ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്ന് പുരോഹിതന്മാർ ചെയ്യുന്ന യാഗങ്ങൾ കൂടെ കഴിക്കുക. പക്ഷേ ആ യാഗങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പാപങ്ങളെ പരിഹരിക്കാൻ കഴിയുന്നില്ല, മറയ്ക്കാനേ കഴിയുന്നുള്ളൂ, മുഴുവനായി പരിഹാരം ലഭിക്കുന്നില്ല. കൂടെ കഴിച്ച് എന്നിട്ട് പറയും, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം, ഒരേ ഒരു യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുക. എന്നേക്കുമായിട്ടൊരു വീണ്ടെടുക്കും. ഇങ്ങനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു പാപത്തിൽ നിന്നോ ശാപത്തിൽ നിന്നോ മോചനം ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെ സകല പാപത്തിനും ശാപത്തിനും പരിഹാരമായി കഴിഞ്ഞു. അത് നാം വിശ്വാസത്താൽ ഏറ്റെടുക്കുമ്പോൾ അതിനൊരു മോചനം നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയാണ്, അതാ വായിച്ച് നമ്മൾ സ്വർഗത്തിലേക്ക് മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തങ്ങളോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോക അവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട്, യേശു തൻ്റെ സ്വന്തയാഗം കൊണ്ട് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇനിയും ഒരു യാഗത്തിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് പറയണം, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലായി യേശു ക്രിസ്തു അർപ്പിക്കപ്പെട്ടു. എന്നിട്ട് പറയാം, തനിക്കായി കാത്തിരിക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് ഒരിക്കലായി യാഗത്തിലൂടെ, യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ തന്ന നീതീകരണത്തിനായി, ശുദ്ധീകരണത്തിനായി, പാപമോചനത്തിനായി പിതാവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നു. കർത്താവെ, ഇന്ന് കേട്ടുകൊണ്ടിരുന്ന് വിശ്വാസാൽ ഏറ്റെടുക്കുന്നവരുടെ സകല ശാപവും മാറിപ്പോകട്ടെ, പാപവും മാറിപ്പോകട്ടെ. അപ്പോൾ തന്നെ വലിയ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ എന്നെ കേൾക്കുന്ന രോഗികൾ സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ രോഗങ്ങളും കർത്താവ് കാൽവറി ചൊരിഞ്ഞ രക്തത്തിൻ്റെ ശക്തിയാൽ സൗഖ്യമാകട്ടെ, വിടുതലാകട്ടെ. കർത്താവിൻ്റെ അത്ഭുതകര നീളട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോടു പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി.